ക്യാമറ എവിടെ ഉണ്ട് വണ്ടി പാർക്കിംഗ് വെരി ഫാർ ഞാനൊന്ന് പാർക്ക് ചെയ്തു അവിടെ ഒരു ഒന്നിറങ്ങുമോ അതായത് നീ കാണാൻ ഐ കൻ സീ ദാറ്റ് ഫുൾ റെഡ് ആയിട്ടിരിക്കുക അഴിച്ചിട്ടിരിക്കുക ഇപ്പോൾ ഫുൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളത്തെ കയറി ജോസഫ് നോബഡി സ്റ്റോക്കിംഗ് സൈമൺ മുന്നേ ഇരിപ്പുണ്ട് ഞാനും ലോകച്ചാൻ പോലെ കയറി 6 മിനിറ്റിനില്ല സോ ജോസങ്ങൾ വണ്ടി തിരിച്ച് എന്തോ അത്ര ലേറ്റ് ആയത് ലോകച്ചങ്ങൾ മിണ്ടില്ല ഞാൻ അങ്കിള് വെച്ച് സമയം എടുത്ത് ബസ് കിട്ടാൻ ഓക്കെ ഓക്കെ ഒരിപ്പിടി ഞാൻ താന്നിരിക്കുമല്ലേ കുഞ്ഞുമണി ഒന്നും കാണാമില്ല ഞാൻ ഫോളോ ചെയ്ത് കളിച്ചോണ്ടിരിക്കുക എപ്പം കളിച്ചോണ്ടിരിക്കുക മറിച്ച് ഞാൻ ജോസഫ് ഈ റൈറ്റ് എടുക്കാൻ പറഞ്ഞു ഓക്കെ റൈറ്റ് എടുത്ത് ഞാൻ അടുത്ത് സാമിന് വഴിയായിരുന്നു ഈ ആളൊന്നും കാണാമല്ലോ ചവിട്ടിടിക്കുക ചവിട്ടിരിക്കുക ഞാൻ ഇയാൾ ഇവിടെ ദുഃഖങ്ങൾ പറഞ്ഞ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുക അടിക്കുക അത് കഴിഞ്ഞ് എവിടെ ഞാൻ റൈറ്റ് എടുത്ത് ചോദിച്ചാ നിർബന്ധം തിരിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കുന്ന റൈറ്റ് എടുക്കണം ഒരു പിടിയില്ല ജോസഫ് നിർത്തി ഇങ്ങനെടുക്കും ഒരു പിടിയില്ല നേരെ പിടിക്കും പിടിച്ചിരിക്കുക സൈമൺ യു നോ ദ വേ അങ്ങനെ you take route ആണെങ്കിൽ എന്താ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ സൈഡിൽ എന്തോ ഒന്ന് കാണാമല്ലേ ഇരുട്ടാ തെറ്റി പോയി കിട്ടിയല്ല ജോസ് എവിടെ എത്തിയേ Simon does not know, he also doesn't know. Joseph പറയാ I thought you were telling me the way. Look at അപ്പുറത്തെ ഇന്ത്യ I thought you know the way. പിന്നെ ഒരൊക്കെ എഡിറ്റ് പറയാനല്ല സ്വാഭാവികം അതായത് ഫൈനലി we reach some place ഒരു ഓട്ടോറിക്ഷ വരുന്നു അല്ലല്ല അതിന്റെ അതിനുമുമ്പ് കണ്ടിറങ്ങിയ നിക്കാ പറഞ്ഞോണ്ടിരിക്കുക so I took the initiative I got out I waited there for some car to come വണ്ടി വരാൻ ഞാൻ വെയിറ്റ് ചെയ്ത് ദിവസം കൊണ്ട് പിടിച്ചിരിക്കുക വണ്ടി മിണ്ടില്ല അങ്ങോട്ട് എന്റെ ഒരു ഫൈറ്റ് ആയിരിക്കുക അതിനൊരു ഓട്ടോ കിട്ടി ഓട്ടോക്കാരൻ പറഞ്ഞു ഈ വഴിയുടെ അടുത്ത് പോണെന്ന് അതെ ഈ സൈഡ് അതായത് ഇവിടുന്ന് അങ്ങോട്ട് റിവേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് പോയെന്ന് അപ്പൊ അവിടെ നമ്മള് ആ വണ്ടി നിർത്തുന്ന അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ട് അതായത് നമ്മള് അങ്ങനെ ഏത് ഡാൻസിൽ റിവേഴ്സ് ഡാൻസിൽ പോരാൻ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൻ എന്നിട്ട് അവിടെ ആയാലും കൂടി അവിടെ ഓപ്പൺ എന്തുണ്ട് അവിടെ എന്ത് തിരിയണം അതാണ് സംഗതി അപ്പൊ അങ്ങനെ പോകാൻ പറഞ്ഞു അപ്പൊ അതനുസരിച്ച് ഞാൻ ചെയ്തു ഓട്ടോറിക്ഷക്കാരൻ പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് അതുപോലെ വന്നിട്ട് പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇവനും അറിയില്ല വീടിന്റെ ഉടമസ്ഥനും അറിയില്ല എനിക്കും അറിയില്ല സൈമണും അറിയില്ല അപ്പൊ ഇത് ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് കേൾക്കാന്ന് വെച്ചാൽ ആ വഴിക്കാൻ പോവാണ് ആ വഴിക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും 3 കൂടി ഒരു വഴി വീണ്ടും കാണും അപ്പൊ എങ്ങോട്ട് തിരിയണം എന്നുള്ളൂ യാതൊരു പിടിയില്ല
ഞാൻ ലൂക്കാസ് ചോദിക്കുക അങ്ങോട്ട് തിരിയണ്ട. I don't know. You go your way. ഞാൻ ദേഷ്യപ്പെട്ടു. If you don't know, who will know? ഒരു ഫയൽ കൊടുത്തു. You don't know the way to your home. മിണ്ടില്ല. No talk. No talk. I thought that you know your way to home. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പിടിയില്ല. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. I don't know. ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. അതാ പറഞ്ഞത്. ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ. ഞാൻ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്ന ആലോചിക്കുക. നേരെ പോണം. അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആലോചിച്ച് ഞാൻ വീണ്ടും ആലോചിച്ച് ചോദിച്ചു വിച്ച് വേ ഐ ഡോണ്ട് ആസ്ക് മീ. അതിനിടയ്ക്ക് പുള്ളി എന്തോ ചോദിക്കുന്നുണ്ട്. Shut up your mouth. Shut up. അല്ല എനിക്കറിയാം നിങ്ങൾ മനസ്സിലായില്ല എന്നാ പരിപാടി. എനിക്കൊന്ന് വണ്ടി കൊണ്ട് അടിച്ചിട്ടില്ല ഞാൻ കയറിയിരിക്കുന്നത്. ബസ്സിലൊന്നുമില്ലല്ലോ. You shut up. Shut up your bloody mouth. You shut up your bloody mouth. എന്നെല്ലാം പറഞ്ഞു. അതായത് ഞാൻ തിരിഞ്ഞു വന്നിട്ട് പിന്നെ ക്ലൈമാക്സ് കൂടെ ഒന്നുമല്ല. അതായത് ഞാനൊരു കണക്കിന് കറക്റ്റ് പഠിക്കാൻ തിരിച്ചു അവിടെ. എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടോ തിരിയേണ്ട സ്ഥലത്ത് പറഞ്ഞോളണം. വീട്ടിൽ തിരിയേണ്ട സ്ഥലത്ത് പറഞ്ഞോളണം. അത് ടെല്ലുണ്ടോ? അത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കറക്റ്റ് തിരിയേണ്ട സ്ഥലത്ത് എത്തി. അപ്പൊ ഞാൻ അവിടെ യു ഗോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ട്രൈറ്റ് ഇങ്ങനെ പോവാ. സ്ട്രൈറ്റ് പോയിട്ട് സ്കൂളിന്റെ മുകളിൽ കയറാൻ തുടങ്ങി. സ്കൂളിന്റെ അവിടെ എത്താൻ തുടങ്ങി. Then I told him that this is not the way. You have crossed your way. ആ വഴി തെറ്റിയല്ലോ. Timmy വഴി തെറ്റിയല്ലോ. ഞാൻ പറഞ്ഞു ഇനി മിണ്ടാണ്ടിരുന്നാ മതി. ഞാൻ അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞ വഴി തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ അവിടെ തിരിച്ചു. അപ്പൊ സ്കൂളിൽ അവിടെ അങ്ങോട്ട് പോയിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പുറകിലേക്ക് പോകും. ശരിക്കും തരുന്ന സമയത്ത് ശ്രദ്ധ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് everybody sleeping. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പുള്ളിയുടെ വീട്ടിൽ ഞാൻ എത്തിച്ചു. പുള്ളി വഴിയില്ല. ഞാൻ I got him back home. ഇവിടെ ഒന്നും നേരെ എനിക്ക് പിന്നെ തിരിച്ചാൻ വന്നപ്പോ ഈ വഴി അതാ വഴി തന്നെയാണ്.